പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് തെലുങ്ക് സിനിമാ ലോകത്തെ തിളങ്ങി നിന്ന നടി പ്രത്യൂഷയുടെ വിഷയത്തെക്കുറിച്ചാണ്. സിനിമാ ലോകത്ത് തിളങ്ങി നിൽക്കവേ 20-ാം വയസ്സിൽ ദുരൂഹ മരണം. വിഷം നൽകി കൊന്നതോ അതോ ആത്മഹത്യയോ? ചോദ്യങ്ങളേറെയാണ്. നടി പ്രത്യൂഷയുടെ മരണത്തിൽ ബലാത്സംഗവും കൊലപാതകവും തള്ളി സുപ്രീം കോടതിയുടെ ഉത്തരവ്. കാമുകനോട് കീഴടങ്ങാൻ നിർദ്ദേശവും നൽകി. അമ്മയുടെ നിയമ പോരാട്ടം വിഫലമായിരിക്കുന്നു. 23 വർഷങ്ങൾക്ക് ശേഷം വിധി പറഞ്ഞ് കോടതി. തെലുങ്ക് സിനിമാ ലോകത്തെ നടുക്കിയ നടി പ്രത്യൂഷയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ കാമുകനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ്. 23 വർഷം മുമ്പ് നടന്ന സംഭവത്തിലാണ് നടിയുടെ കാമുകനായിരുന്ന സിദ്ധാർത്ഥ റെഡ്ഡിയോട് കീഴടങ്ങാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് സിദ്ധാർത്ഥ റെഡ്ഡിക്ക് തടവ് ശിക്ഷ കോടതി വിധിച്ചിരുന്നു. തെലുങ്ക് തമിഴ് സിനിമകളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് നടി പ്രത്യൂഷ മരണപ്പെടുന്നത്. 2002 നടന്ന ഈ സംഭവത്തിൽ നടിയുടെ അമ്മ പി സരോജിനി ദേവി കേസുമായി മുന്നോട്ടു പോവുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ബലാത്സംഗം നടന്നിട്ടുണ്ടെന്നും അമ്മ ആരോപിക്കുകയാണ്. എന്നാൽ ഈ ആരോപണങ്ങൾ കോടതി ശരിവെച്ചില്ല. തന്റെ മകൾ കൊല ചെയ്യപ്പെട്ടതാണെന്ന് ആരോപിക്കുന്ന നടിയുടെ അമ്മയുടെ ഹർജി കോടതി തള്ളുകയാണ്. അതേസമയം ആത്മഹത്യാ പ്രേരണ കേസിൽ സിദ്ധാർത്ഥയ്ക്ക് ശിക്ഷ വിധിച്ചിട്ടുമുണ്ട്. ഇതിനെ ചോദ്യം ചെയ്തുള്ള സിദ്ധാർത്ഥയുടെ ഹർജി കോടതി തള്ളുകയും ചെയ്തു. പ്രത്യൂഷയുടെ മരണത്തിൽ 23 വർഷങ്ങൾക്ക് ശേഷമാണ് സുപ്രീം കോടതി അന്തിമ വിധി പ്രസ്താവിച്ചത്. 2002 നടന്ന ഈ സംഭവത്തിൽ പ്രത്യൂഷയുടെ മരണം ആത്മഹത്യയാണെന്ന കീഴ്ക്കോടതികളുടെ കണ്ടെത്തൽ ശരിവെച്ച സുപ്രീം കോടതി ബലാത്സംഗം, കൊലപാതകം എന്നീ ആരോപണങ്ങൾ തെളിവുകളുടെ അഭാവത്തിൽ തള്ളിക്കളഞ്ഞു. ജസ്റ്റിസ് രാജേഷ് ബിന്ദൽ, ജസ്റ്റിസ് മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. പ്രത്യൂഷയുടെ മരണത്തിന് കാരണമായത് വിഷമുള്ളിൽ ചെന്നതാണെന്ന് മെഡിക്കൽ തെളിവുകൾ വ്യക്തമാക്കുന്നുവെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. കേസിലെ പ്രധാന പ്രതിയും പ്രത്യൂഷ അന്നത്തെ കാമുകനുമായിരുന്ന ഗുഡിപ്പള്ളി സിദ്ധാർത്ഥ റെഡ്ഡിക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ലഭിച്ച 2 വർഷത്തെ തടവ് ശിക്ഷ കോടതി ശരിവെക്കുകയും ചെയ്തു. ഹൈക്കോടതി വിധിക്കെതിരെ സിദ്ധാർത്ഥ നൽകിയ അപ്പീലും മകളുടെ മരണം കൊലപാതകമാണെന്ന് ആരോപിച്ച് അമ്മ സരോജിനി ദേവി നൽകിയ ഹർജിയും കോടതി തള്ളുകയായിരുന്നു. 4 ആഴ്ചയ്ക്കുള്ളിൽ അധികൃതർക്ക് മുന്നിൽ കീഴടങ്ങാൻ സിദ്ധാർത്ഥിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇതോടെ പതിറ്റാണ്ടുകൾ നീണ്ട ഈ വിവാദ നിയമ പോരാട്ടത്തിന് വിരാമമായിരിക്കുകയാണ്. പ്രത്യൂഷയുടെ മരണം അക്കാലത്ത് വലിയ കോളിളക്കങ്ങളാണ് സൃഷ്ടിച്ചത്. മാധ്യമങ്ങൾ തങ്ങളുടെ ഭാവന കൂട്ടിച്ചേർത്ത് നീളൻ അപസർപ്പക കഥകൾ എഴുതി വായനക്കാരെ രസിപ്പിച്ചപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും സംഭവത്തെ തങ്ങളെ കൊണ്ടാകും വിധം ചർച്ചയാക്കി. മരണപ്പെടുമ്പോൾ കൈനിറയെ ചിത്രങ്ങളുണ്ടായിരുന്നു പ്രത്യൂഷയ്ക്ക്. സഹനായിക, നായിക വേഷങ്ങളിൽ മുൻനിര താരങ്ങൾക്കൊപ്പമുള്ള തമിഴ്, തെലുങ്ക്, കന്നഡ പ്രൊജക്ടുകളായിരുന്നു ഇവ. അന്നത്തെ ആന്ധ്ര സംസ്ഥാനത്തിന്റെ ഭരണപക്ഷത്തുള്ള ചില പ്രമുഖർ ഈ കേസിൽ ഇടപെടുന്നു എന്ന ആരോപണവും ശക്തമായി. ഇതിനിടെ പുറത്തു വന്ന ഒരു ഫോറൻസിക് റിപ്പോർട്ട് പ്രത്യൂഷ മരിച്ചത് കഴുത്തുമുറുകിയാണെന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ ഈ റിപ്പോർട്ട് വിഖ്യാത ഫോറൻസിക് വിദഗ്ധനായ TD ദോർഗ പരിശോധിക്കുകയും പ്രസ്തുത നിഗമനം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഡോക്ടർ മുനിസ്വാമി തയ്യാറാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിരവധി പിഴവുകളുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതിലൂടെയാണ് പ്രത്യൂഷയുടെ മരണമെന്ന് കോടതി നിരീക്ഷിച്ചു. ബലാത്സംഗം നടന്നതിനും കൊലപാതകത്തിനും തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കി. 1. കഴുത്തു ഞെരിച്ചാണ് കൊലപാതകമെന്ന വാദത്തെ തള്ളിക്കളയുന്നു. 2. വിഷം കഴിച്ച് മരണം സംഭവിച്ചതെന്ന ശക്തമായ ദൃക്സാക്ഷികളും മെഡിക്കൽ തെളിവുകളുമുണ്ട്. 3. പ്രതിക്കെതിരെ ബലാത്സംഗം നടന്നതായി തെളിയിക്കപ്പെട്ടിട്ടില്ല. 4. വളരെ വൈകിയ ഘട്ടത്തിൽ മരണകാരണം ബലാത്സംഗവും കഴുത്തു ഞെരിച്ചുള്ള കൊലപാതകവുമാണെന്ന് ആരോപിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കോടതി ഇങ്ങനെയാണ് നിരീക്ഷിച്ചത്. സിദ്ധാർത്ഥ റെഡ്ഡിക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് നേരത്തെ തന്നെ ശിക്ഷ ലഭിച്ചിരുന്നു. 2004 വിചാരണ കോടതിയാണ് 6 വർഷത്തെ ശിക്ഷ വിധിച്ചത്. പിന്നീട് ഹൈക്കോടതി ശിക്ഷാ കാലാവധി 2 വർഷമായി കുറച്ചു. സുപ്രീം കോടതി ഈ ശിക്ഷ ശരിവെക്കുകയും ചെയ്തു. 2002 ഫെബ്രുവരി 23 പ്രത്യൂഷയെയും സിദ്ധാർത്ഥിനെയും വിഷം കഴിച്ച നിലയിൽ ഹൈദരാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കാത്തതിനാൽ ഇരുവരും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ വാദം. ചികിത്സയിലിരിക്കെ പ്രത്യൂഷ മരണപ്പെട്ടെങ്കിലും സിദ്ധാർത്ഥ് രക്ഷപ്പെട്ടു. എന്നാൽ തന്റെ മകളെ സിദ്ധാർത്ഥും സുഹൃത്തുക്കളും ചേർന്ന് പീഡിപ്പിച്ചു കൊന്നതാണെന്നും അന്നത്തെ രാഷ്ട്രീയ ഉന്നതരുടെ മക്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്നും സരോജിനി ദേവി ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങളിൽ ഉറച്ചു നിന്നായിരുന്നു അവർ ഇത്രയും കാലം കോടതികളിൽ നിയമയുദ്ധം നടത്തിയത്. സുപ്രീം കോടതിയുടെ പുതിയ വിധി സരോജിനി ദേവിക്കും നീതി പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കും നിരാശയാണ് നൽകിയിരിക്കുന്നത്. കൊലപാതക ആരോപണങ്ങൾ തെളിയിക്കാനായില്ലെങ്കിലും ആത്മഹത്യാ ഉടമ്പടിയിൽ രക്ഷപ്പെടുന്ന പങ്കാളി നിയമപരമായി കുറ്റക്കാരനാണെന്ന് കോടതി വ്യക്തമാക്കി. വിദേശത്ത് സ്ഥിരതാമസമാക്കിയെന്ന് പറയപ്പെടുന്ന സിദ്ധാർത്ഥ റെഡ്ഡി ഇനി ശേഷിക്കുന്ന ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാൻ ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് തീർച്ച. 1988 തെലുങ്ക് സൂപ്പർ താരം മോഹൻ ബാബുവിനൊപ്പം സിനിമാ ജീവിതം ആരംഭിച്ച നടിയാണ് പ്രത്യൂഷ. തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിൽ അവർ സജീവമായി.
നന്നേ ചെറുപ്പത്തിൽ പിതാവിനെ നഷ്ടമായ പ്രത്യുഷ ജ്യേഷ്ഠന്റെ തണലിൽ വളരുകയായിരുന്നു. സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത പ്രത്യുഷ മിസ് ലവ്ലി സ്മൈൽ പട്ടം നേടിയതോടെ അവരുടെ പുഞ്ചിരിക്ക് നിരവധി ഫാൻസ് ഉണ്ടായി. ഇതിനു പിന്നാലെ അവർക്ക് സിനിമയിൽ നിന്നും ഓഫറുകൾ നിരവധി വന്നു ചേർന്നു. മനുനീതി, സൂപ്പർ കുറ്റം, താവസി, കടൽപ്പൂക്കൾ പോലുള്ള തമിഴ് തെലുങ്ക് സിനിമകളിൽ അവർ അഭിനയിച്ചു. വളരെ പെട്ടെന്നാണ് സിനിമയിൽ തിളങ്ങി നിൽക്കവേ പ്രത്യുഷയുടെ ജീവിതം അവസാനിച്ചത്. 5 വർഷങ്ങൾ കൊണ്ട് പ്രത്യുഷ 12 സിനിമകളിൽ അഭിനയിച്ചു. അതിൽ 6 ചിത്രങ്ങളും തമിഴിലായിരുന്നു. പ്രഭുവിനൊപ്പം സൂപ്പർ കുടുംബം, വിജയകാന്തിനൊപ്പം താവസി, ഭാരതി രാജയുടെ കടൽപ്പൂക്കൾ തുടങ്ങിയവയാണ് പ്രത്യുഷയുടെ പ്രധാന ചിത്രങ്ങൾ. സിനിമാ ജീവിതത്തിൽ പ്രത്യുഷ വളരെ സംതൃപ്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അവളുടെ ശരീരം സംസ്കരിക്കുന്ന സമയത്തൊന്നും എനിക്ക് സംശയമുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടാണ് പലതും അറിയുന്നത്. മകളുടെ മരണത്തിൽ പലരും ആവശ്യമില്ലാതെ ഇടപെട്ടു. അവരാണ് കേസ് വഴിതിരിച്ചു വിട്ടത്. സിദ്ധാർത്ഥിയുമായുള്ള പ്രണയത്തെ താനൊരിക്കലും എതിർത്തിട്ടില്ല. എന്നാൽ സിനിമയിൽ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ മതിയെന്ന് ഞാൻ ഉപദേശിച്ചിരുന്നു. പ്രത്യുഷ മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ അമ്മ ഒരു തെലുങ്ക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണിത്. ഇതിനെ ഒരു അമ്മയുടെ വൈകാരിക പ്രതികരണം മാത്രമായി കരുതാനാകില്ല. പ്രത്യുഷയുടെ മരണം കൊലപാതകമോ എന്ന് സംശയിക്കത്തക്ക തരത്തിലായിരുന്നു പ്രത്യുഷയുടെ മൃതശരീരം പരിശോധിച്ച ഫോറൻസിക് വിദഗ്ധന്റെ റിപ്പോർട്ട്. പക്ഷേ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള വിശദപരിശോധനയിൽ ആ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയുകയും നടി ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു. ഇതോടെ പ്രത്യുഷയുടെ മരണത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടം നിലച്ചെങ്കിലും താരത്തിന്റെ കുടുംബം അതൊരു കൊലപാതകമെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തുതന്നെയായാലും പ്രത്യുഷയുടെ മരണത്തിൽ 23 വർഷത്തിന് ശേഷം സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.